ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പരിപ്പോടെയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കടലപ്പരിപ്പ് ഈ എടുത്ത് വെച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കണം. അപ്പോൾ ഞാൻ കഴുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇതിലേക്ക് ഞാനൊരു വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ കടലപ്പരിപ്പ് 4 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് ഈ വെള്ളത്തിൽ നിന്ന് പകർത്തി ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. ഇത് നല്ല പോലെ കണ്ടോ, ഇതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇട്ടേനേക്കാളും കണ്ടോ കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട്. കടലപ്പരിപ്പ് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പരിപ്പോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 25 ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പും നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള വറ്റമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ അരച്ചെടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ മിക്സിയുടെ ജാറ് മിക്സിയിൽ വെച്ചിട്ട് ഓൺ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഓൺ ചെയ്തിട്ട് അരച്ചെടുക്കുമല്ലോ, ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഇളക്കി കൊടുത്ത് ഇതേപോലെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കടലപ്പരിപ്പും ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് കടലപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കടലപ്പരിപ്പും ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഇത് കൂട്ടി തിരുമണം കേട്ടോ. ഇതേപോലെ നല്ല പോലെ ആ മാവും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെയില്ല, അതൊക്കെ നല്ല പോലെ യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ കൂട്ടി തിരുമ്പി കൊടുക്കുക. ഈ ടൈമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അഥവാ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഓരോ ബോളായിട്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കാം. ഇതിപ്പോൾ ബോളായി പിടിച്ചു വെച്ചിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കില്ല, ആ ടൈമിലാണ് നമ്മൾ അതൊരു ആകൃതിയിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ബോളായിട്ട് പിടിച്ചു വയ്ക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാതും ബോളായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 11 ബോളോളാണ് പരിപ്പോടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം ചെറുതാണ്, അത് കൂട്ടണ്ട. അപ്പോൾ 10 ടോട്ടൽ 10 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പരിപ്പോട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് വെച്ചിട്ടുള്ള ബോളുകൾ ഓരോന്നായിട്ട് പരിപ്പോടയുടെ ആകൃതിയിൽ ഞാൻ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. പരിപ്പോട ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കൈ നനച്ചതിന് ശേഷം വേണം നമ്മൾ ഉണ്ടകൾ ഇങ്ങനെ ആകൃതിയിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പരിപ്പോട നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കും, അത് വിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കുമെന്ന് പറയണത്. കണ്ടോ, കൈ നനച്ചിട്ടുണ്ട്. കൈ നനച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ട കയ്യിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് പരത്തിയിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൈ നനയ്ക്കാണ്ട് ചെയ്താൽ ചിലപ്പോൾ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് അത് ഒട്ടിപ്പിടിച്ചത് എടുക്കാൻ നോക്കുമ്പോൾ ആകെ പൊട്ടിപ്പോവും. അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇതൊന്ന് പരത്താൻ പറയണത്.
അപ്പോൾ പരിപ്പുവടയ്ക്കുള്ളതെല്ലാം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡായ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതായി കഴിഞ്ഞാൽ എടുക്കാം. പരിപ്പുവട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തന്നെയാണ്. അതിന് നമ്മൾ എക്സ്ട്രാ സമയം വരുന്നത് പറയുന്നത് നമ്മൾ സോക്ക് ചെയ്തിട്ട് വെക്കണില്ലേ, ആ ഒരു സമയം മാത്രമാണ് എക്സ്ട്രാ വരണുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പരിപ്പുവട ആയിട്ടുണ്ട്. ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തന്നെയാണ്. റസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ സമയം മാത്രം എക്സ്ട്രാ വരുന്നുള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അതുപോലെ ചായക്ക് ഒപ്പം നല്ല കോമ്പിനേഷനാണ്. പരിപ്പുവടയും ചായ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോമ്പിനേഷനല്ലേ. പരിപ്പുവടയുടെ മാവ് നമ്മൾ അരച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മുഴുവനോടക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നല്ലേ, അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പരിപ്പുവടനെ കുറിച്ച് അറിയാമല്ലോ, എല്ലാവരും ഏകദേശം കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ആണെങ്കിൽ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.